ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുട്ടയുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ്. ഈവനിങ് സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 7 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ഇടിയപ്പച്ചെമ്പിൻ്റെ തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലും പുരട്ടിയിട്ട് അതിലേക്ക് മുട്ട ഉണ്ണി പൊട്ടാതെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് എത്ര മുട്ടയാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു 7 എടുത്തിട്ടുണ്ട്. നമുക്ക് 3 4 എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അതുപോലെ എടുത്തിട്ട് അതൊന്ന് ആവി കയറ്റി എടുക്കണം. കുറച്ച് നേരം ആവി കയറ്റി കഴിയുമ്പോഴത്തേനും അത് വെന്ത് കിട്ടും. അത് പൊട്ടാതെ പതുക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കണം. പൊട്ടാതെ എടുത്തിട്ട് അതൊരു പ്ലേറ്റിലേക്കായിട്ട് മാറ്റി വെക്കണം. നല്ലൊരു സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ മുട്ട ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ ഇഷ്ടമാകും ഇത്. മുട്ടപ്പൊരി എന്നാണ് ഇതിനെ പറയുന്നത്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് സ്നാക്സ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതെല്ലാം കൂടെ അടർത്തി എടുത്തിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ മസാല ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂണ് മുട്ട മസാലയും, കുറച്ച് ഉപ്പുമാണ് ഇട്ടേക്കുന്നത്. മസാലയൊക്കെ കുറച്ചിട്ട് ഇട്ടാൽ മതി. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം അതൊന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് അത് മിക്സ് ചെയ്തപ്പോൾ വെളിച്ചെണ്ണ ഇത്തിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാലും മതി. വെളിച്ചെണ്ണയിൽ ഒഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ഒരു ടേസ്റ്റ്, ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് വരുള്ളൂ. എന്നിട്ട് അത് ഈ മുട്ടയുടെ മേളിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. എല്ലാ മുട്ടയിലും ഈ മസാല നല്ലതുപോലെ പുരട്ടി കൊടുക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എന്നിട്ട് ഈ മുട്ടയിൽ നല്ലതുപോലെ ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പുരട്ടി മാറ്റി വയ്ക്കാം. നല്ലതുപോലെ ഇതിലേക്ക് പുരട്ടി വെക്കണം. അതെല്ലാം നല്ലതുപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടറിലേക്ക് ഇടുമ്പം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്താലും മതി. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പം ഇതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ ഈ മുട്ടയുടെ ഇത് ഇട്ട് കൊടുക്കാം. 2 3 4 വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കണം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. മസാലയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നല്ലതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് മൊരിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം അത് തിരിച്ചിടണം. ഇത് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാനൊന്നുമില്ലെങ്കിൽ മുട്ടയുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാനൊന്നുമില്ലെങ്കിൽ നമുക്ക് മുട്ടയുണ്ടെങ്കിൽ ഇതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അധികം സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആ മുട്ടയൊന്നും വേഗുന്ന ഒരു സമയം മാത്രം മതി. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ മസാലയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നേരത്തെ തന്നെ മുട്ട ഇതേപോലെ ആക്കി വെച്ചിട്ട് മസാല പുരട്ടി വെച്ചാൽ നമുക്ക് ആ സമയത്ത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് നല്ലതുപോലെ. ആ മസാലയൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ആ മസാല തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത്. ഇത് ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ.